എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സാലഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് വളരെയധികം പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി സാലഡാണ് ഇത്. ഡിന്നറിന് റീപ്ലേസ് ആയിട്ട് കഴിക്കാം. വയറിങ്ങനെ നന്നായിട്ട് ഫില്ലായിട്ടുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വേറെ ഫുഡൊന്നും നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കില്ല. എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളപ്പിച്ച ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കടല, ചുമന്ന പയർ, പിന്നെ കിഡ്നി ബീൻ, ഏത് വേണമെങ്കിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ചെറുപയർ മാത്രം മുളപ്പിച്ചത് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ ചെറുപയറിനെ അതിനെ മുളപ്പിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. അതിന് ശേഷം അരിപ്പയിലൂടെ ഊറ്റിയിടുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. പിന്നെ ക്യാരറ്റ് ചെറുതായി നുറുക്കിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഓണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓണിയൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് പോമഗ്രനേറ്റും ആപ്പിളുമാണ്. ആപ്പിൾ 2 എടുത്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളും എടുത്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇതാ. അപ്പോൾ ഇതെല്ലാം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. ഒരുപാട് ഇപ്പോൾ ഒരു മാതളം നാരങ്ങ ഫുള്ള് അങ്ങനെ എടുക്കണ്ട, കുറച്ച് കുറച്ച് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ പീസ് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു അര ബീട്രൂട്ട് നുറുക്കിയതാണ്. അതുപോലെ ഓണിയൻ, ചെറിയൊരു ഓണിയൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പല കളറിലുള്ള ക്യാപ്സിക്കം കിട്ടും, അത് 3 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. മുന്തിരി കിട്ടുകയാണെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സിൽ ഒരുവിധം കുറച്ച് പുളിയും മധുരമുള്ള ഫ്രൂട്ട്സ്, മാംഗോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പപ്പായ, പഴം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്ത് കഴിഞ്ഞാൽ ഇത് അത്ര ടേസ്റ്റി ആവില്ല. അപ്പോൾ കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ളതും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ പൈനാപ്പിൾ മുന്തിരിയൊക്കെ ആകുമ്പോൾ കുറച്ച് പുളിയും മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ക്യാബേജ് ചിലർക്ക് പച്ച കഴിച്ച് കഴിഞ്ഞാൽ, എനിക്കൊക്കെ ക്യാബേജ് പച്ച കഴിച്ച് അലർജി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ ക്യാബേജിനെ അങ്ങനെ ചേർക്കാറില്ല. നിങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 കളറിലുള്ള ക്യാബേജ് വരുന്നുണ്ടല്ലോ, ഗ്രീനും വയലറ്റും. അപ്പോൾ അതിലേത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഈ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഞാനൊരു വലിയ പാത്രം എടുത്തിരിക്കുന്നത്, എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്താണ്. ഇതിലേക്ക് ഒലിവ് ഓയിൽ വേണം. അപ്പോൾ ഒലിവ് ഓയിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചോളൂ. ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ്. തൈര് ഞാൻ ഒരു എന്താ പറയുക, ഇതുപോലെ ഇതേ സെയിം അളവിൽ 2 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചേക്കണത്. അധികം പുളിയുള്ളതാണെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടി എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേനാണ് വേണ്ടത്. തേനും നമ്മൾ തൈരും ഒലിവ് ഓയിലും ഒക്കെ എടുത്ത അതേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ. 2 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ കേട്ടോ. ഇതിന് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കഴിക്കണതിന് മുന്നായിട്ടാണ് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ നാരങ്ങ നീര് ചെല്ലുമ്പോൾ ഇതിലേക്ക് സിട്രിക് ആസിഡ് ആണല്ലോ, അപ്പോൾ കുറേ സമയം വയ്ക്കുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ തൈര് ഒഴിച്ചേക്കണോണ്ട് തന്നെ ഞാനിതിൻ്റെ അര ഭാഗം എടുക്കുന്നുള്ളൂ. ഇതൊരു ചെറിയ നാരങ്ങയാണ്, അതുകൊണ്ട് പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ. ഇതിലേക്ക് നമ്മൾ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ സാലഡ് വെള്ളരിയും, അതായത് കുക്കുംബർ, പിന്നെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെച്ചിട്ട് ഇത് തയ്യാറാക്കാം.
പിന്നെ ലെറ്റൂസിൻ്റെ ഇലകളുണ്ടല്ലോ അത് അതിനകത്ത് ഈ സാലഡ് പൊതിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് പച്ചന കഴിക്കുമ്പോൾ എനിക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അലർജി ഉള്ളവർ അത് ഒഴിവാക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ സാലഡ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും ഇത്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന പയറുണ്ടല്ലോ, നമ്മൾ മുളപ്പിച്ചത് ചേർത്തത് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും 1 കപ്പ് അളവിൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം.